കൊല്ലം ബീച്ചിൽ കൈറ്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കൈറ്റ് ക്ലബ്ബാണ് ഫെസ്റ്റ് നടത്തിയത്. കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു. സ്ഥിരമായി പട്ടം പറത്തൽ ഏർപ്പെടുന്നതോടെ കുട്ടികളുടെയും മുതിർന്നവരുടെയും കായികവും ബൗദ്ധികവുമായ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. കൊല്ലം കൈറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ കൊല്ലം ബീച്ചിൽ നടത്തിയ കൊല്ലം കൈറ്റ് ഫെസ്റ്റിനോടനുബന്ധിച്ച് നടന്ന പട്ടം നിർമ്മാണ കളരി എം മുകേഷ് MLA ഉദ്ഘാടനം ചെയ്തു. പല വർണ്ണത്തിലുള്ള പട്ടങ്ങൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുമ്പോൾ തന്നെ ആ കൗമാരത്തിന്റെ ആ ഒരു ആഗ്രഹം ഇതെങ്ങനെയാണ് 10 പൈസ കുറച്ചുകൂടെ വലിയ പട്ടത്തിന് 15 പൈസയൊക്കെയാണ്. പക്ഷെ അതും നമുക്ക് അപ്രാപ്യമായ വീട്ടുകാർ കനിഞ്ഞനുഗ്രഹിച്ചില്ലെങ്കിൽ ആ കാശ് തന്നെ നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാത്തൊരു കാലഘട്ടം. അപ്പോഴൊക്കെ നമ്മുടെ എയിം, നമ്മുടെ അംബീഷൻ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒരു പട്ടം വാങ്ങുക, അത് വലിയ അഭിമാനമാണ്. ആൾക്കാരുടെ ഇടയിൽ വലിയ ഒരു പ്രത്യേക സ്ഥാനമാണ് കുട്ടികളുടെ ഇടയിൽ. അങ്ങനെ ഒരു പട്ടം സ്വന്തമാക്കി കഴിഞ്ഞാൽ പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. പട്ടം നമ്മൾ ഉണ്ടാക്കുന്ന സംഭവമേ ഇല്ല, അതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. ന്യൂസ് പേപ്പറിനകത്തൊക്കെ ഉണ്ടാക്കുന്നത് സൂക്ഷ്മം കെട്ടുക എന്ന് പറഞ്ഞ സംഭവം, അത് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ പുറത്തടിക്കും, നേരെ കേരളത്തിൽ ചരിഞ്ഞും മറിഞ്ഞുമൊക്കെ പോകും. ആ സൂക്ഷ്മം കെട്ടാൻ തന്നെ പ്രാഗൽഭ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. തുടർന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കൊല്ലം ബീച്ചിൽ വർണ്ണാഭമായ പട്ടം പറത്തൽ നടന്നു. സംഘാടക സമിതി ചെയർമാൻ ആർ പ്രകാശൻ പിള്ള അധ്യക്ഷനായിരുന്നു. കൈറ്റ് ക്ലബ് പ്രസിഡന്റ് വടക്കേവള ശശി, രക്ഷാധികാരി എസ് സുവർണകുമാർ, കുരിപ്പുഴ വിജയൻ, പ്രബോധസ് കണ്ടച്ചിറ, OB രാജേഷ്, TG സുഭാഷ്, ഡോക്ടർ മീര R നായർ, മീഡിയ കൺവീനർ ഷിബു റാവുത്തർ, K ചന്ദ്രൻപിള്ള, അനിൽ മൈനാഗപ്പള്ളി, ഷീബ തമ്പി, AJ ഷെരീഫ്, സജീവ് പരിശവിള, മണക്കാട് സജി, ബിനു കോവൂർ, VT കുരിപ്പുഴ, ബിന്ദു പരവൂർ, രഘുനാഥൻ എന്നിവർ നേതൃത്വം നൽകി. രാവിലെ പട്ട നിർമ്മാണ വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത 100ഓളം വിദ്യാർത്ഥികൾക്ക് ജില്ലാ കളക്ടർ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.